കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിത മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ നടത്താനിരുന്ന സമരം നീട്ടിവെച്ചു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. എന്തുകൊണ്ടാണ് സമരം നീട്ടിവെച്ചത് എന്ന് കോഴിക്കോട്ട് നിന്ന് റിയാസ് KMR വിവരം പങ്കുവയ്ക്കുന്നു. റിയാസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് MS. ഇന്ന് ആണ് അതിജീവിത കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുൻപിൽ സമരം തുടങ്ങാനിരുന്നത്. നീതി തേടിയായിരുന്നു അവർ അത്തരത്തിലൊരു സമരം. പ്രത്യക്ഷ സമരത്തിന് ഒരു പീഡന കേസിൽ അതിജീവിത രംഗത്ത് വരുന്നു എന്നുള്ളത് അത്യപൂർവമായൊരു സംഭവം കൂടിയാണ്. അതായത് അവർ ആ സമരം മാറ്റിവെക്കാനുള്ള കാരണം ഈ വിഷയത്തിൽ അതിജീവിത പ്രധാനമായും സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് CI ബെന്നി ലാലുവിന്റെ നേതൃത്വത്തിൽ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ DME ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താനുള്ള ഉത്തരവിടുകയും ചെയ്തു. അതിൽ പ്രധാനമായും DME ഇടപെട്ട പ്രിൻസിപ്പൽ മുഖാന്തിരം അതിജീവിതയുടെ ആദ്യം മൊഴി തിരുത്തി എന്നൊരു ആരോപണം അതിജീവിതയുടെ പേരിൽ നൽകിയ മൊഴി തിരുത്തി എന്നൊരു ആരോപണം നേരിടുന്ന ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പ്രീതിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അത് DMEക്ക് നൽകുകയും ചെയ്തു എന്ന് അറിയാൻ സാധിച്ച ഘട്ടത്തിലാണ് അവർ സമരം നീട്ടിവെച്ചിരിക്കുന്നത്. ഇനി അവർ ഈ വിവരാവകാശ പ്രകാരം ഈ ഡോക്ടർ പ്രീതി എന്താണ് മൊഴി നൽകിയത്, DMEയുടെ റിപ്പോർട്ട് എന്താണ് എന്നറിയാനുള്ള വിവരാവകാശ പ്രകാരമുള്ള ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട്. അതുകൂടി ലഭിച്ചതിന് ശേഷം വ്യക്തമായ നിയമോപദേശം തേടും. ആ നിയമോപദേശത്തിന് ശേഷം മാത്രമായിരിക്കും അതിജീവിത ഈ വിഷയത്തിൽ ഒരു സമരം നടത്തുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാദ് തെക്കയിൽ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു അതിജീവിത നേരിട്ട് പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങാൻ സന്നദ്ധത അറിയിച്ചിരുന്നത്. എന്തായാലും ഇനിയിപ്പോൾ നിയമോപദേശം കൂടി തേടിയ ശേഷം ഈ റിപ്പോർട്ടൊക്കെ ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി ഇത്തരത്തിലൊരു പ്രത്യക്ഷ സമരം വേണമോ വേണ്ടയോ എന്ന കാര്യം അതിജീവിത തീരുമാനിക്കുക MS.